പൊട്ടിയോ? ഇത്രയും വലിയ ഗ്ലാസ് താഴേക്ക് ഇട്ട് കഴിഞ്ഞ് ഇത് പൊട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഗ്ലാസ് ബ്രിഡ്ജിലൂടെ പോകുന്ന ഒരു ഫീൽ ആണ് ഉള്ളത്. ഈ ഗ്ലാസ് പൊട്ടിയില്ല. പൊട്ടാത്ത ഗ്ലാസിന്റെ മേലെയാണ് ഞാൻ ഈ നിൽക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ നടക്കാം അല്ലേ? ഓ എന്ത് ധൈര്യത്തിലാണ് ചാടിയത്. 200 കിലോയിലധികം വെയിറ്റ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ടേബിളിലല്ല കേട്ടോ നിൽക്കുന്ന, സൈഡില്. പൊട്ടാത്ത ഗ്ലാസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? PVB ലാമിനേഷൻ കേരളത്തിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് സ്മാർട്ട് ഓഫ് ഗ്ലാസ് ആണ്. ഈ വലിയ ഗ്ലാസ് എന്ന് പറയുമ്പോൾ 8 mm തിക്നെസ്സിലെയും 5 mm തിക്നെസ്സിലും വരുന്ന ഗ്ലാസുകൾ PVB ലാമിനേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ടെൻഷൻ ഇല്ലാത്തത്. നമുക്ക് ബാത്റൂമുകളിലാണെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിനാണെങ്കിലും അതുപോലെ തന്നെ ഹാൻഡ് റെയിലിനാണെങ്കിലും ഇനി ഗ്ലാസ് വീടുകൾക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലാസ് ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒരാൾ വന്ന് ഇടിച്ച അതുപോലെ അല്ലെ. കേരളത്തിന്റെ ചൂട് അറിയാലോ. അതെ ചൂടിന്റെ ഹീറ്റ് കൺട്രോളിംഗ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് PVB ലാമിനേഷൻ ഗ്ലാസ്. നേരിട്ട് വേണമെങ്കിൽ വരാം. വയ വാട്സാപ്പ്, മെയിൽ, എങ്ങനെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. എവിടെ വേണമെങ്കിൽ ഗ്ലാസ് എത്തിച്ചേരും. ഹായ് ഫ്രണ്ട്സ്, വീടുകളിൽ ഗ്ലാസ് ഇല്ലാത്ത ഒരു അവസ്ഥ ഇന്ന് ഇല്ല. വിൻഡോകളിലാണെങ്കിലും ഹാൻഡ് റെയിലുകളാണെങ്കിലും ബാത്റൂം പാർട്ടീഷനുകളാണെങ്കിലും ഇനി വീട് തന്നെ ഗ്ലാസ്സിൽ നിർമ്മിക്കുന്ന ഒരു കാലം. ഈ ഒരു കാലത്ത് നല്ല ക്വാളിറ്റിയിൽ പൊട്ടാത്ത ഗ്ലാസുകൾ വേണ്ടേ? വീടുകളിലേക്കുള്ള ടഫൺ ചെയ്ത ഗ്ലാസുകൾ അടിപൊളിയായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അല്ല, ഫാക്ടറിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയുള്ള സ്മാർട്ട് ഓഫ് ഗ്ലാസ് ഫാക്ടറിയിൽ കേട്ടോ. ഈ കാണുന്ന വലിയ ഗ്ലാസുകൾ മാത്രമല്ല, സൗത്ത് ഇന്ത്യ മുഴുവനായിട്ട് ഗ്ലാസുകൾ സപ്ലൈ ചെയ്യുന്ന ഒരു ടീം തന്നെയാണ്. ഇവിടെ പൊട്ടാത്ത ഗ്ലാസുകൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ഗ്ലാസ് പൊട്ടുമെന്ന് എല്ലാവർക്കും സംശയമില്ല. ആ സംശയം തീർത്തിട്ട് ഇന്ന് ഇവിടുന്ന് പോയാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കയറിയാലോ. ഡെക്കോർ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കൻ, CEO അശ്വതിയാണ് കൂടെ ഉള്ളത്. സ്മാർട്ട് ഓഫ് അല്ലേ? നമസ്കാരം. ഒരുപാട് ആൾക്കാരുടെ വീടുകളിൽ ഇന്ന് ഗ്ലാസുകൾ നിറഞ്ഞു. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസുകൾ വേണം, പൊട്ടാത്ത ഗ്ലാസുകൾ വേണം എന്നൊക്കെയാണ് ആൾക്കാർ പറയാം. യഥാർത്ഥത്തിൽ ഇവിടെ പൊട്ടാത്ത ഗ്ലാസ് ഉണ്ടോ? പൊട്ടാത്ത ഗ്ലാസ് ഉണ്ട്, ടഫൻ ഗ്ലാസ് ഉണ്ട്, PVB ലാമിനേഷൻ ഗ്ലാസ് ഉണ്ട്, എല്ലാ ടൈപ്പ് ഗ്ലാസ്സും ഉണ്ട്. ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു വലിയ ഗ്ലാസ് അവരങ്ങ് കൊണ്ടുപോകുന്നത്. എത്ര വലുപ്പം വരെ ഇത് കൊടുക്കാൻ പറ്റും? നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ സൈസ് 12.8 ആണ് ഇവിടെ കമ്പനിയിലുള്ള മാക്സിമം സൈസ്. ഈ ഒരു കമ്പനി എന്ന് പറയുമ്പോൾ വളരെ വർഷം മുമ്പേ ഉള്ളതാണ് അല്ലേ? നിങ്ങൾ ഈ ഫീൽഡിൽ 2017 തൊട്ട് കേരളത്തിൽ ടഫൻ ഗ്ലാസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് എഡിഷൻ ഒരു കൊല്ലമായിട്ട് നമ്മൾ PVB ലാമിനേഷൻ കേരളത്തിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് സ്മാർട്ട് ഓഫ് ഗ്ലാസ് ആണ് അല്ലേ? ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാ വീടുകളിലും ഉണ്ട്. ഹാൻഡ് റെയിലുകൾ ഗ്ലാസേ മതി എല്ലാവർക്കും. അതുപോലെ ബാത്റൂമിലൊക്കെ പാർട്ടീഷൻ ഉപയോഗിക്കുന്നുണ്ട്. പെർഗോള. ഇനിയിപ്പോ വീട് തന്നെ ഗ്ലാസ്സിൽ ഉണ്ടാക്കുന്ന കാല. അപ്പൊ ഗ്ലാസുകൾക്ക് പ്രാധാന്യമുണ്ട്. ക്വാളിറ്റി കൊടുക്കാൻ പറ്റില്ലേ? ഡെഫിനറ്റ്ലി. നമ്മൾ ഗവൺമെന്റിന്റെ ISI മുദ്രയുള്ള ഗ്ലാസുകളാണ് ഈ കമ്പനിയിൽ നിന്ന് പുറത്തു പോകുന്ന എല്ലാ ഗ്ലാസും. ഓക്കെ, ഏതൊക്കെ ബ്രാൻഡുകളുടെ ഗ്ലാസുകളാണ് നിങ്ങൾ ടഫൺ ചെയ്യാന്ന് ചോദിച്ചാൽ? നമ്മൾ സെയിൻഗോബന്റെ ക്ലിയർ ഗ്ലാസുകൾ എല്ലാം സെയിൻഗോബനാണ്. പിന്നെ അസാഹി എന്നുള്ള ബ്രാൻഡിന്റെ ടിൻഡഡ് ഗ്ലാസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടിൻഡഡ് ഗ്ലാസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളാണ്. ക്ലിയർ ഗ്ലാസും ടിൻഡഡ് ഗ്ലാസും ആണ് ഇപ്പൊ കറണ്ട് പ്രൊഡക്ട്സ് ഉള്ളത്. പിന്നെ ഹീറ്റ് കൺട്രോളിംഗ്, ചൂട്, കേരളത്തിന്റെ ചൂട് അറിയാലോ. ചൂടിന്റെ ഹീറ്റ് കൺട്രോളിംഗ് ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് PVB ലാമിനേഷൻ ഗ്ലാസ്. ഇപ്പൊ വീടുകളിലെ ഗ്ലാസ് വലിയ വിൻഡോകൾക്ക് കൊടുത്താൽ ചൂട് വരും, ഓഫീസിലൊക്കെ ചൂട് വരും എന്നുള്ള കംപ്ലൈന്റ് ഉള്ള ആളുകളാണ് ഈ ഗ്ലാസ് ഉപയോഗിക്കേണ്ടത് അല്ലേ? ഈ കാണുന്ന വലിയ ഗ്ലാസ് നിലത്തിട്ടാ പൊട്ടുന്ന നിങ്ങൾക്കൊരു ആശങ്കയില്ലേ? അത് തീർക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലുള്ള ഗ്ലാസ് പൊട്ടാത്തതും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാം. ഈ വലിയ ഗ്ലാസ് എന്ന് പറയുമ്പോൾ 8 mm തിക്നെസ്സിലെയും 5 mm തിക്നെസ്സിലും വരുന്ന ഗ്ലാസുകൾ PVB ലാമിനേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ടെൻഷൻ ഇല്ലാത്തത്. അപ്പൊ ഈ ഗ്ലാസ് ഒന്ന് താഴെ കിട്ടാലോ. റെഡി, 1 2 3. പൊട്ടിയോ? ഇത്രയും വലിയ ഗ്ലാസ് താഴേക്ക് ഇട്ട് കഴിഞ്ഞ് ഇത് പൊട്ടില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ടെൻഷൻ എന്തിനാ? ഇത്രയും ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. PVB ലാമിനേഷൻ ഗ്ലാസ് ആയി ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തെളിയിച്ച് തരാനാണ് ഈ ഗ്ലാസ് പൊട്ടില്ല എന്ന്. പക്ഷെ ഈ കാണുന്ന ഗ്ലാസ് ഇങ്ങനെ പൊട്ടുവോ? നമ്മുടെ വ്യൂവേഴ്സിന് സംശയം ഉണ്ടാവും. കാരണം ഈ ഏകദേശം 1.5 മീറ്ററോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ഇത് എത്ര സൈസ് ഉണ്ട്? നമുക്കൊരു 8 അടി 5 അടി 8 അടി 5 അടിയുള്ള ഗ്ലാസ് ആണ്. ഇവിടെ കേറിയിരുന്നാ പൊട്ടുവോ? പേടിയുണ്ട് എനിക്ക്. ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മളിതാ ഇരുന്നോണ്ടിരിക്കുന്നത്. പൊട്ടിയില്ല, അങ്ങനെ അങ്ങ് പൊട്ടില്ല അല്ലേ? പക്ഷെ അവര് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിന്റെ മേലെ കേറി കാണിക്കണം എന്നാ. ഞാൻ കേറട്ടെ? ധൈര്യമായിട്ട് കേറാം. ഓക്കെ, മേലെ കേറിയിട്ടുണ്ട്. ഇവിടെ സെന്ററിൽ ചവിട്ടിട്ടോ. എത്ര mm തിക്നെസ് ഉണ്ട് ഇത്? ഇത് നമ്മള് 8+5 ആണ്.
8+5 അല്ലേ? ഗ്ലാസ് ബ്രിഡ്ജിലൂടെ പോകുന്ന ഒരു ഫീലാണ് ഉള്ളത്. ദാ ഈ ഗ്ലാസ് പൊട്ടിയില്ല, ദാ പൊട്ടാത്ത ഗ്ലാസിന്റെ മേലെയാണ് ഞാൻ ഈ നിൽക്കുന്നത്. നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ നടക്കാം അല്ലെ? അതാണ് ഈ കാണുന്ന ഗ്ലാസ്. ഗ്ലാസിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ പോരാ, പൊട്ടാത്ത ഗ്ലാസ്. ദാ ഇതിന്റെ മേലൂടെ നമുക്ക് ഓടിക്കഴിഞ്ഞാലും പൊട്ടില്ല, അതാണ് ടെൻഷൻ. പിന്നെ ഒരു പേടി അതെല്ലാവർക്കും ഉണ്ടാവും, അതാണ് നമ്മളിവിടെ തെളിയിച്ചത്. പൊട്ടാത്ത ഗ്ലാസ്. പൊട്ടാത്ത ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരാൾ കയറിയിട്ട് പൊട്ടിയില്ല എന്ന് പറയുന്നത്. ഇത്രയും വെയിറ്റ് ഉള്ള ആൾക്കാർ, എത്ര വെയിറ്റ് ഉണ്ട് ഭായി? കിतना വെയിറ്റ്? 55, 60, 57. 200 കിലോയിലധികം വെയിറ്റ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ടേബിളിലല്ല കേട്ടോ നിൽക്കുന്ന, സൈഡിൽ. പൊട്ടാത്ത ഗ്ലാസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഒരിക്കലും പൊട്ടില്ല എന്ന് പറയില്ല. എഡ്ജിലൊക്കെ ഷാർപ്പായിട്ട് എന്തെങ്കിലും ചെയ്താൽ പൊട്ടും. പക്ഷെ അങ്ങനെയല്ല, ധൈര്യമായിട്ട് വീടുകളിൽ നമുക്ക് ബാത്റൂമുകളിലാണെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിനാണെങ്കിലും അതുപോലെ തന്നെ ഹാൻഡ് റെയിലിനാണെങ്കിലും ഇനി ഗ്ലാസ് വീടുകൾക്കാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലാസ് ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ബൈ जाओ, एक भाई उधर को जंप करो. ഓ എന്താ എന്ത് ധൈര്യത്തിലാണ് ചാടിയത്. എക് ബാർ ജാओ. ധൈര്യമായിട്ട് പൊട്ടില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇതിലപ്പുറം എനിക്ക് പറയാനില്ല. നമ്മൾ ഇവരുടെ ടെസ്റ്റിംഗ് ലാബിലാട്ടോ വന്നിരിക്കുന്നത്. ടെസ്റ്റ് എന്ന് പറഞ്ഞാലേ ഗ്ലാസ് ക്വാളിറ്റി ഉണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി ഇതാ ഇവിടെ ഒരു ഗ്ലാസ് പീസ് വെച്ചിട്ടുണ്ട്. ഇതിന്ന് ഒരു ഈ ഒരു ഗ്ലാസിലേക്ക് വെയിറ്റ് ഉള്ള ബോൾ അല്ലേ? സ്റ്റീൽ ബോൾ 1.2. എത്ര kg? 1.25 kg. 1.25 kg ആണ് ഇതുള്ളത്. ഇത് എത്ര മീറ്റർ ഉണ്ടാവും? 1 മീറ്റർ ഹൈറ്റ് വരും. ഓക്കെ, ഇതിന്റെ അകത്തുനിന്ന് ഇത് അങ്ങോട്ട് ഇടുകയാണ് അല്ലേ? ഇത് ഇതിന് പിടിപ്പിക്കായോ? ഓക്കെ, മാഗ്നറ്റ് ആണ് ഇത്. ഇവിടെ വെച്ചാൽ മതി അല്ലേ? അതെ. ഓക്കെ, പിടിച്ചു. ഇനി ഇതിലേക്ക് അങ്ങ് ഇടാം. ഇതൊരു ഗ്ലാസ് ആണെന്നുള്ള എത്ര mm കൊടുത്തു? ഇത് 10 mm തിക്നെസ് സാമ്പിൾ ആണ്. അതെ, ടഫൻ ഗ്ലാസ് പൊട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇത് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഓ, ശബ്ദമുണ്ടായി, പക്ഷെ പൊട്ടി ഒന്നും നോക്കണല്ലോ. ഇത് ഇവിടെ സ്ഥിരം ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഗ്ലാസ്. നിങ്ങൾക്ക് ഇത് ആൾട്ടർനേറ്റീവ് ആണോ ചെക്കിങ്? എങ്ങനെയാ ചെയ്യുന്നത്? റൂട്ടീൻ ചെക്കിംഗ് ആണ്. പ്രൊഡക്ഷൻ പ്ലാൻ. ഓക്കെ, നമുക്ക് എല്ലാ ഗ്ലാസും എടുത്ത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഈ കാണുന്നത് ഒരു ടെസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലോ. ഇത് എത്ര കിലോ വെയിറ്റ് ഉണ്ട്? ഇത് അറൌണ്ട് 60 kg വരും. ഓ, 60 കിലോ ഉണ്ട്. അതായത് ഇതൊരു വിൻഡോ ആണെന്ന് കരുതുക. ഒരാൾ അറിയാതെ പോയി അങ്ങ് ഇടിച്ചു കഴിഞ്ഞാൽ വിൻഡോ തകർന്ന് വീണ് പോകുന്നത് അല്ലേ? അതിനുള്ള ടെസ്റ്റ് ആണോ? അതെ, ഹ്യൂമൻ ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിക്കുക. ഇത് വെയിറ്റ് ഇതാ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. വിട്ടോളൂ. ഓ, ഒരാൾ വന്ന് ഇടിച്ച അതുപോലെ അല്ലേ? ഇത്രയും വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ഗ്ലാസ്സിൽ അടിച്ചിട്ട് അത് പൊട്ടിയില്ല. അതാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. എത്ര? 60 കിലോ അല്ലേ? അതെ. ഇത് സ്വാഭാവികമായിട്ടും മാളുകളിലൊക്കെ ഇത് സംഭവിക്കുന്നതാണ്. നേരെ ആൾ വന്നിടിക്കുന്നു. അതെ അതെ, പൊട്ടുന്ന നമ്മൾ കാണാറില്ല. പക്ഷെ അതുപോലുള്ള പ്രൊഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഇത് എത്ര തിക്നെസ് ഉണ്ട്? ഇത് 10 mm തിക്നെസ്. 10 mm തിക്നെസ് ഉണ്ട്. ഇനിയിപ്പോ ഈ കാണുന്ന ഹൈറ്റിൽ ബോൾ വെക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ കണ്ടു. ഇത് എത്ര മീറ്റർ ഹൈറ്റ് കൊടുക്കുന്നത്? ഇത് 4 മീറ്റർ ഹൈറ്റിലെ ബോൾ ഡ്രോപ്പ് ടെസ്റ്റ് ആണ്. ഇതാകുമ്പോ എന്താണ് ഇതിനകത്ത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്ലാസിന്റെ PVB ലാമിനേറ്റഡ് ഗ്ലാസിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ നേരെ അവിടെ ഇട്ടിട്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു പ്രൊസീജിയർ ആണ്. ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനുവൽ ആയിട്ടുള്ള കുറെ ആക്ഷനുകൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ. 1 hour ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വന്ന പ്രൊഡക്റ്റ് അല്ലേ ഇത്? ഇനി ഇത് അടർന്നു പോവോ? ഇല്ല, സെറ്റായില്ലേ? സെറ്റായി. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. ഇപ്പൊ നമ്മൾ ഇത് 3 ഗ്ലാസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എത്ര ഗ്ലാസ് വരെ ചെയ്യാൻ പറ്റും? നമുക്ക് ടോട്ടൽ തിക്നെസ് 41 mm ആണ്. അതിനകത്ത് ഗ്ലാസ് ആ സൈസിനനുസരിച്ച് വരും. നമുക്ക് വേറെ ഏതെങ്കിലും സാമ്പിൾ കാണിക്കാൻ പറ്റുമോ? ഇനി നമുക്ക് 5 ലെയർ ചെയ്യുന്നുണ്ട്. ഇതിന് തിക്നെസ് കുറച്ചിട്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇതാണല്ലേ 5 ലെയർ? ഇതാണ് 5 ലെയർ. ഓ, 5 ഗ്ലാസുകളാട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ഒരു വോള് തന്നെ ആയില്ലേ? പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ അതാ ഒരേ ഗ്ലാസ് അത്രേ ഉള്ളൂ. പക്ഷെ അത്രയും സ്ട്രെങ്ത് ആയി മാറി. അപ്പൊ ഗ്ലാസിന്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഒരു വിദ്യ കൂടിയാണ് ഈ PVB ലാമിനേഷൻ. ഒരു വലിയ ഫാക്ടറിക്ക് അകത്ത് നിന്ന് ഇത്രയും കാഴ്ചകൾ കാണാന്ന് പറഞ്ഞാല് എല്ലായിടത്തും പോസിബിൾ അല്ല. ഇവിടെ പോസിബിൾ ആണ്. ഓക്കെ, ക്ലയന്റിന് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമ്മുടെ ടീം ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അല്ലേ? ഞാൻ ഇവിടെ വലിയ ഗ്ലാസുകളുടെ കളക്ഷൻ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഇത്രയും ആൾവേസ് സ്റ്റോക്ക് ഉണ്ടാവും? എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. അത് ക്ലിയർ ഗ്ലാസ്, ടിൻഡഡ് ഗ്ലാസ്, നേരത്തെ പറഞ്ഞ പോലെ ചൂട് കുറയ്ക്കുന്ന ഗ്ലാസ്, അതെല്ലാം പല പല കാറ്റഗറീസ് ആണ്. 4 mm തൊട്ട് 19 mm വരെയുള്ള തിക്നെസ്സും ഉണ്ട് നമ്മുടെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരുപാട് മെഷീനറികൾ അല്ലെങ്കിൽ ഫാക്ടറിയിൽ കാണുന്ന കട്ടിങ് എല്ലാം നടക്കും. ശരിക്കും ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ് ഇതിന്റെ? ഓക്കെ, ബേസിക്കലി അത് നമ്മുടെ റോ മെറ്റീരിയൽ സെക്ഷൻ. പിന്നെ ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് ഇവിടെ. ഇതാണ് നമ്മുടെ കട്ടിംഗ് സെക്ഷൻ. ഇവിടെ ഇവര്
കസ്റ്റമറുടെ സൈസിനനുസരിച്ചിട്ടുള്ള ഗ്ലാസ്, എല്ലാ ഗ്ലാസും കസ്റ്റം സൈസ് ആയിരിക്കും. ഓരോരുത്തരുടെ വീടിനെ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇവിടുന്ന് ഗ്ലാസ് കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഗ്ലാസ് എല്ലാം നല്ല ഷാർപ്പ് എഡ്ജസ് ആയിരിക്കും ആണ്. പിന്നെ അതിനെ പോളിഷ് ചെയ്യും. അതാണ് ക്രിസ്റ്റൽ പോളിഷിംഗ് ആണത്. അപ്പൊ ഇവിടെ പോളിഷിംഗ് ചെയ്യും. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ചില ഗ്ലാസ്സിൽ നമുക്ക് ഹാൻഡിൽ അങ്ങനത്തെ വർക്ക് ഒന്നും ഉണ്ടാവില്ല, ഫാബ്രിക്കേഷൻ വർക്ക് ഒന്നും ഉണ്ടാവില്ല. സ്ട്രെയിറ്റ് അതൊരു ബ്ലോക്ക് ഗ്ലാസ് ആയിരിക്കും. ഹോള് കട്ടൗട്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നേരെ കൊണ്ടുവയ്ക്കുന്ന ഗ്ലാസ് ആയിരിക്കും. അതാണെങ്കിൽ നമ്മൾ നേരെ വാഷ് ചെയ്ത് ഇങ്ങോട്ട് വരും. വാഷ് ചെയ്ത് നേരെ വാഷ് ചെയ്ത് നേരെ ടെമ്പറിങ്ങിലോട്ട് പോകും. അതേസമയം എന്തെങ്കിലും ഫാബ്രിക്കേഷൻ വർക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് ഫാബ്രിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന്റെ മെഷീനറീസും ഉണ്ട്. ഞാനിപ്പോ ഇവിടെ സാൻഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. സാൻഡിങ് നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഫ്രോസ്റ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഫ്രോസ്റ്റഡ് ഗ്ലാസ് എന്നാണ് പറയാറുള്ളത്, അല്ലെങ്കിൽ ഫ്രോസ്റ്റിംഗ്. ആ ഒരു മെത്തേഡ് ഉണ്ട്. അത് പണ്ട് കാലം മുതലുള്ള ഒരു ഐഡിയ ആണല്ലേ. നമുക്ക് ഒരു പ്രൈവസി കൊടുക്കണം. ഇപ്പോഴാണെങ്കിൽ ഓഫീസിനൊക്കെ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ടെക്നോളജി എത്ര വളർന്നാലും ഫ്രോസ്റ്റിംഗിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ അതിന്റെ ലേറ്റസ്റ്റ് വേറെ ഇപ്പൊ ലോഞ്ച് ആവുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ കട്ടിങ്ങിന്റെ മെഷീൻ തന്നെ ഒന്ന് ഓടിപ്പോകുന്ന പോലെ ഒരു സ്പെഷ്യൽ മെഷീനുകൾ. ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇനിയിപ്പോ അതുപോലെ തന്നെ ഗ്ലാസിന്റെ ഹോളുകളൊക്കെ എന്താ ചെയ്യാൻ? അതിന് ഡ്രില്ലിംഗ്, ഇതാണ് നമ്മുടെ ഡ്രില്ലിംഗ് സെക്ഷൻ. അതെ, ഇവിടെ അതിന്റെ ടീമുണ്ട്, അവര് ഡ്രില്ലിംഗ് ചെയ്യും. അതിനുശേഷം വീണ്ടും വാഷ് ചെയ്യും. ഇതാണ് നമ്മുടെ വാഷിംഗ് സെക്ഷൻ. അപ്പൊ ഒരുപാട് പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. മുമ്പ് കാലങ്ങളിലൊക്കെ ടഫൻ ചെയ്യണമെങ്കിൽ തമിഴ്നാടൊക്കെ കയറണമായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂര്, തമിഴ്നാടായിരുന്നു. ഇപ്പൊ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നേരിട്ട് വേണമെങ്കിൽ വരാം. വയ വാട്സ്ആപ്പ്, മെയിൽ, എങ്ങനെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ ലൊക്കേഷൻ ഉള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാലോ. അതെ, തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് പ്രോപ്പർ ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മൾ എവിടെ വേണമെങ്കിൽ ഗ്ലാസ് എത്തിച്ചേരും. വി ഹാവ് എ സെപ്പറേറ്റ് ഡെലിവറി, ആ ഒരു ടീം തന്നെ, ഡെസ്പാച്ച് ടീം തന്നെ നമുക്ക് സെപ്പറേറ്റ് ആണ്. ഇതിനകത്ത് ഒരു കാര്യം ക്ലിയർ ആയി. നമ്മൾ സൗത്ത് ഇന്ത്യ നേരത്തെ പറഞ്ഞു പോയി. വേൾഡിൽ എവിടെയാണെങ്കിലും എങ്ങനെ വേണമെങ്കിൽ എത്തിച്ചു എവിടെയാണെങ്കിൽ എത്തിച്ചു തരും. അപ്പോൾ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. താങ്ക് യു.